ഹണി സമയത്രടാ? 4 മണിയായി. എടാ ഇന്ന് ടിവിയിലെ പുതിയ റിയാലിറ്റി ഷോ തുടങ്ങാൻ പോവാ. ഒന്ന് വേഗം വാ നീ. എടാ നിക്ക്, ഞാനും വരുന്നുണ്ട്. എന്റെ വീടിനെ വെള്ളത്തിലാക്കിയല്ലേ? ഇതെന്ത് പറ്റി? ഒരു പക്ഷേ കറണ്ട് പോയി കാണും. ചേട്ടാ കറണ്ടൊക്കെ ഉണ്ടല്ലോ. ഈ ടി വി ഓൺ ആകുന്നില്ല. സംശയമുണ്ടോ? റിമോട്ട് കിട്ടാ. എന്താ മച്ചി? ടിവിയുടെ പണി തീർന്നു. ടി വി റിപ്പയർ ആയെന്നാ തോന്നുന്നേ. എടാ തോന്നുവാണോ അതോ യഥാർത്ഥത്തിൽ റിപ്പയർ ആയോ അത്? എടാ ഒന്നും കാണുന്നില്ല, അതിനർത്ഥം ടി വി റിപ്പയർ ആയെന്നാ. സംശയമുണ്ടോ? എപ്പോഴും ഓൺ ഓഫ് ചെയ്ത് അവസാനം ടി വി റിപ്പയർ ആക്കിയല്ലേ? മേഡം രാത്രി വന്ന് ഇഷ്ടപ്പെട്ട ടിവി ഷോ കാണുന്നതാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? മേഡത്തിന് ദേഷ്യം വരും. സംശയമുണ്ടോ? അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് ടി വി റിപ്പയർ ചെയ്യണം. ആരെ കൊണ്ട്? ട്രാവലിംഗ് ഏജന്റ് ഉണ്ടല്ലോ, അവനെ കൊണ്ട്. എടാ ടി വി റിപ്പയർ ആയി കഴിഞ്ഞാ ഇലക്ട്രീഷ്യനെ വെച്ച് നമുക്ക് റിപ്പയർ ചെയ്യാം. സംശയമുണ്ടോ? ചെല്ല്, വേഗം ചെന്ന് ടി വി എടുക്ക്. നിക്ക്, ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ എന്തുവാണ് ഈ ചെയ്യുന്നത്? അയ്യോ, കണ്ടോ, ടി വി എന്തായാലും പൊട്ടിയില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. കൂട്ടുകാരുടെ ജീവനേക്കാളും വലുത് നിനക്ക് ടി വി പൊട്ടായിരിക്കുന്നത് അല്ലടാ. എടാ രാവിലെ തന്നെ എന്തുവാടാ ചെയ്തോണ്ടിരിക്കുന്നത്? മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ സമ്മതിക്കൂലേ? അല്ല, ടിവിയുടെ പുറകിൽ ആരെങ്കിലും പോയി ഉറങ്ങുമോ? എവിടെ കിടന്ന് ഉറങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഞാനിപ്പോ ഫ്രിഡ്ജിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങാൻ പോവാണ്. വെറുതെ ശല്യപ്പെടുത്തല്ലേ. ശല്യപ്പെടുത്തി ഞാൻ ഇടിച്ച് പപ്പടാക്കി കളയും, പറഞ്ഞേക്കാം. കൂട്ടുകാരെ, മാഡം എത്തുന്നതിന് മുമ്പ് നമുക്ക് ടി വി റിപ്പയർ ചെയ്യണം. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ പറയാതാണോ ഫാൻ ഇടുന്നത്? ഞാൻ പറക്കുന്നത് കണ്ടില്ലേ? അതിന് നീ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നേ? നീ തത്തമ്മയല്ലേ, പറക്കുമല്ലോ. പറയൂ, എന്താ പ്രശ്നം? ബാറ്ററി പോയോ? ഇല്ല, ബാറ്ററിക്ക് പ്രശ്നമൊന്നുമില്ല. ടി വി ആ റിപ്പയർ ആയത്. മനസ്സിലായി. ബാറ്ററി റിപ്പയർ ആയല്ലേ? ടി വിക്കകത്ത് എവിടുന്നാണോ ബാറ്ററി വരിക? എടാ, ഇദ്ദേഹത്തിന്റെ ബാറ്ററി റിപ്പയർ അല്ലല്ല, ഈ ബാറ്ററി റിപ്പയർ ആണെന്ന് ചോദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ശൈലിയാ. ദാ നോക്കൂ, ഞങ്ങളുടെ ടി വി റിപ്പയർ ആയി പോയി. അല്ല, ടിവിക്ക് എന്താ സംഭവിച്ചത്? ബാറ്ററി റിപ്പയർ ആണോ? ചെറുതായിട്ടൊരു പനിയുണ്ട്, ഇടക്കിടക്ക് നല്ല ചുമയുണ്ട്. എടോ ടി വിയിൽ പടം വരുന്നില്ല, അതാണ് പ്രശ്നം. സംശയമുണ്ടോ? ഇന്നലെ ടി വി ഓഫ് ചെയ്തതാണ്, അതിനുശേഷം പിക്ചർ വരുന്നേയില്ല. എടോ, ടി വി ഓഫ് ചെയ്താ പിന്നെ എങ്ങനെയാ പിക്ചർ വരിക? ടി വി ഓൺ ചെയ്യണമല്ലോ. ബാറ്ററി റിപ്പയർ ആണോ? അതല്ലേ പറഞ്ഞത്. രാവിലെ എഴുന്നേറ്റ് ടി വി ഓൺ ചെയ്ത് നോക്കിയതാ, പക്ഷെ പടം വരുന്നില്ല. നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നോക്കട്ടെ. അതെന്തിനാ? കാരണം ഇത് ഞങ്ങളുടെ ടി വി ആണല്ലോ. എന്റെ ചേട്ടാ, ഇതല്ല, അവിടെ ഇരിക്കുന്ന ആ വയറില്ലേ, അത് പിടിച്ച് വലിക്കേ. ഹണി, അദ്ദേഹത്തെ ജോലി ചെയ്യാൻ അനുവദിക്ക്. ഡിസ്റ്റർബ് ചെയ്യല്ലേ, നീ പുറത്തേക്ക് വാ. 18,000 രൂപ ചെലവാകും. പിക്ചർ ട്യൂബ് മാറ്റിയാലേ ശരിയാവൂ. ബാറ്ററി റിപ്പയർ ആണോ? ബാറ്ററി റിപ്പയർ ആണെങ്കിൽ പിന്നെ പിക്ചർ ട്യൂബ് എന്തിനാ മാറ്റുന്നത്? ഇയാൾക്കൊന്നും അറിയില്ല. 18,000 രൂപയെ ചോദിക്കുന്നത്. വാ, നമുക്ക് വേറെ കടയിലോട്ട് പോവാം. ഹണി, 18,000 രൂപ ഉണ്ടെങ്കിൽ നന്നാക്കി തരാം. 18,000 രൂപ. 18,000 രൂപയാവും. ഞാൻ തന്നെ ഇത് റിപ്പയർ ചെയ്ത് എടുത്തോളാം. ഹണി,
ആ? ഹണി നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ ദേ ഈ ടി വി ഒന്ന് നന്നാക്കാൻ നോക്കുവാണ്. അല്ല ടി വി നന്നാക്കാനായിട്ട് നിനക്ക് എന്തെങ്കിലും അറിയാമോ? നിന്റെ കൈവശം ടി വി നന്നാക്കാനുള്ള 18,000 രൂപയുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ആ? ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ആ? 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 ഏ? ഹണി ജോലി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യ. ആ, ഞാനും അതന്നെ ചെയ്യുന്നേ. ആഹാ, കൊള്ളാലോ. ടി വി ശരിയായി കഴിഞ്ഞു. ദേ സോർദാറെ, നിന്നെ ടി വി കാണിക്കുന്നുണ്ടടാ. ഇവരെ കഴുതിയ ടിവിയിലല്ല, ടിവിയുടെ കണ്ണാടി വഴിയാണ് നീ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ, അങ്ങനെയാണെങ്കിൽ ഈ ടി വിയെ നന്നാക്കി എടുക്കാൻ കഴിയില്ല. നമ്മള് കുടുങ്ങി. മേഡം എപ്പോ വേണമെങ്കിലും ഇവിടെ എത്താം. എത്താമെന്നല്ലടാ, ഇതാ എത്തിക്കഴിഞ്ഞു. സംശയമുണ്ടോ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? നോക്ക്, മേഡം കാണുന്ന സീരിയൽ നടന്മാർ എന്നെ ഹണിയം പോലെ ഉണ്ടാവും. ഞങ്ങൾ ടിവിയുടെ പുറകിൽ നിന്ന് അഭിനയിച്ചോളാം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഡിന്നറിന് പോണെന്ന് പറയണം. ആ സമയം കൊണ്ട് ഞങ്ങൾ പുതിയ ടി വി വാങ്ങിക്കൊണ്ടൊന്ന് വയ്ക്കാം. പോക്കറ്റ് മണി ശേഖരിച്ച പൈസ ഉണ്ടല്ലോ. ഓക്കേ. ജോർദാറെ, നീ പോയി കഥ കുറക്ക്. ഞാനപ്പോ പോയി നാളത്തുള്ള സാധനങ്ങൾ കൊണ്ടുവരാം. ഞങ്ങൾ റെഡിയാണ് സോർദാർ. ചെല്ല്, വേഗം കഥ കുറക്ക്. ഇതെങ്ങനെയാ ടി വി ഇവിടെ വന്നത്? ചുമരിൽ വെച്ചെന്ന് ടി വി കണ്ട് കണ്ട് വല്ലാതെ ബോറടിച്ചു പോയി. അതെ, ബോർ ബോർ. ഞങ്ങളിപ്പോ വല്ലാതെ ബോർ അടിക്കുകയാണ്. ബോർ ബോർ. സംശയമുണ്ടോ? എന്തായാലും കൊള്ളാം. എന്റെ ഫേവറേറ്റ് ഷോയുടെ സമയമായിരിക്കുന്നു. മരുമകളെ, നീ ഇന്ന് വെച്ച കറിയും പഴയതുപോലെ വൃത്തികെട്ടതായിരുന്നു. അങ്ങനെ പറയില്ലേ. ഞാൻ ഇന്ന് വെച്ച കറിയേക്കാളും വൃത്തികെട്ടതാണ് നിങ്ങളുടെ മോന്ത. ദുഷ്ടേ, നീ എന്നോട് അധിക പ്രസംഗം പറയുന്നു. എന്റെ സ്വഭാവം നിനക്കറിയില്ല. എന്റെ സ്വഭാവം നിങ്ങൾക്കും അറിയില്ല. വെറുതെ എന്റെ അടുത്ത് കളിക്കണ്ട, പിന്നെ അത് നിങ്ങളും അറിയും. നീ വേഗം പപ്പുവിനെ വിളിക്കൂ. ഇന്ന് കൊണ്ട് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. അല്ലേ പപ്പു ആരാ? അറിയില്ലേ നിനക്ക്? പപ്പു ആരെന്നറിയില്ലേ? പപ്പു എന്റെ മകനാണ്, നിന്റെ ഭർത്താവാണ് മരുമകളെ. വീട്ടിന്റെ അടുത്തുള്ള പാർക്കിൽ ഞാൻ സ്ഥിരം പോകുമായിരുന്നു. നിങ്ങളുടെ മെസ്സേജ് കണ്ടപ്പോൾ ഞാനിങ്ങ് വന്നു. അടി കൈ. ഓഹോ, മിണ്ടാതെ ഇവിടെ വന്നിരുന്ന് ടി വി കാണാൻ നോക്ക്. ഞാൻ രാവിലെ വീട്ടിൽ പാലാണ് കുടിക്കുന്നത്. ഞാൻ ന്യൂസാണ് സാധാരണ കാണുന്നത്. അടി കൈ. ഞാൻ ചാനൽ ചേഞ്ച് ചെയ്യാം. ഇന്നാ പിടിച്ചോ, വന്നു കഴിഞ്ഞു ന്യൂസ് ചാനൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി. കൊറോണയെ നശിപ്പിക്കാൻ കുറെ പേർ രംഗത്ത്. ഓഹോ, ന്യൂസ് റിപ്പോർട്ടർ മാറിയല്ലോ. ഇനി ഒരു രസം ഉണ്ടാവില്ല. അതെ അതെ, പരമ ബോറായിരിക്കും. നമുക്ക് പുറത്ത് ഡിന്നറിന് പോവാം. ബോറടിക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ റോഡിലൂടെ സ്പീഡിലാണ് പോക്ക്. സോർദാറെ, നീ ആ ഗുസ്തി ഒന്ന് വെക്ക്. ആ ശരി ശരി, ദാ ഇപ്പൊ വെച്ച് തന്നേക്കാം. ഇതാ കണ്ടോളൂ, തുടങ്ങി കഴിഞ്ഞു ഗുസ്തി. ഇനി മുതൽ ടിവിയില് പുതിയ സീരിയൽ കാണാലോ. ദേ അവൻ മറ്റവനെ മലർത്തി അടിച്ചല്ലോ. അടി കൈ. അയ്യോ, എന്തോന്ന് കൈ അടിക്കാൻ. ഒന്ന് വന്നേ, വാ നമുക്ക് പുറത്തു പോവാം. എനിക്ക് ബോർ അടിച്ചിട്ട് വയ്യ. സംശയമുണ്ടോ? പോപ്പട്ട്, സാധാരണ നിനക്ക് അങ്ങനെയൊന്നും ബോറടിക്കാത്തതാണല്ലോ. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഒന്ന് നിക്ക് സോർദാറെ, നമുക്ക് ആ ക്രിക്കറ്റ് മാച്ച് ഒന്ന് കണ്ടിട്ട് പോവാന്നേ. ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നേ. രണ്ടുപേര് ചേർന്ന് എങ്ങനെ ക്രിക്കറ്റ് കളിക്കാനാ? ഓ, പുറത്തിറങ്ങി വരൂ ഹണി ബനി. നിങ്ങൾ അതിനകത്തിരുന്ന് എന്ത് മണ്ടത്തരവാ കാണിച്ചു കൂട്ടുന്നത്? മേഡം, അത് പിന്നെ ടി വി കേടായിപ്പോയി, അത്രയല്ലേ ഉള്ളൂ.
അതെനിക്കറിയാം. അതിന് 18,000 രൂപ ചെലവാകും. പക്ഷെ ആ കാര്യം മാഡത്തിന് എങ്ങനെ അറിയാം? ഇന്നലെ എന്നോട് മെക്കാനിക്ക് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു റിപ്പയർ ചെയ്യുന്നതിനേം കാട്ടി നല്ലത് പുതിയതൊന്ന് വാങ്ങുന്നതായിരിക്കുമെന്ന്. അപ്പൊ മേഡം ഞങ്ങൾക്ക് അറിഞ്ഞോണ്ടൊരു പണി തന്നതാണ്. സംശയട്ടോ? അപ്പൊ നീ എന്താ വിചാരിച്ചത്? ടിവിയിലെ പുറകിലെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് കാണാൻ പറ്റില്ലെന്നാണോ? എന്താ സംശയമുണ്ടോ? പ്രധാനമന്ത്രി പഴയ നോട്ടൊക്കെ മാറ്റി പുതിയതാക്കി. ഞങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളെ കള്ളി വെളിച്ചത്താക്കി. അടി കൈ.